பருந்த அந்த பருந்து கீழ 100 பசங்க വന്നല്ലോ. രാനും വന്നു. ലൈനപ്പ് ജുഗ്രു, മോബി, അലക്സ്, വില്ലു, ഏബല്, സാവേജ്, ഇറ്റാച്ചി, സ്റ്റീവ്, നീല്, ഡെസ്ട്രോ, LX2, ജൂഡ്. ഡേ ഇതിന്റെ RP പറ്റിയാണല്ലോ ഇവിടെ എല്ലാരും പറയണേ. ഞാനിവനെ കഴിഞ്ഞ വട്ടം കണ്ടപ്പോഴും പിടിച്ച് ഉപദേശിച്ചാണ്. ഇവനോട് നിങ്ങൾ പറ പണ്ടത്തെ കോസ്പ്ലേ ഒക്കെ തുടങ്ങാനും ഇതൊക്കെ ആക്കാൻ നിങ്ങൾ പറ. ഞാനും തെറിവിളിച്ചവനെ എല്ലാവരും നീലൻ ഇല്ലല്ലോ ഇന്ന്. നീലനില്ല, നീലന് ബാനാണ്. നീലനില്ല ഇന്ന്. നീലനില്ല. ആണോ? നിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. അവൻ പേരിട്ടിട്ടല്ല ലിസ്റ്റിൽ. അതാ അവൻ ലിസ്റ്റിൽ പേരിട്ടിട്ടില്ല, അവൈലബിൾ ലിസ്റ്റിൽ. അതാ എടാ നീ കളിക്കുന്നുണ്ടോ? സ്റ്റീവിന് വരം കേറിയോ? സ്റ്റീവ് വന്നില്ല. ഇല്ലില്ല, നീ കേറാൻ പറഞ്ഞ, നീ കേറാൻ വേണ്ടി പറഞ്ഞ. ഓക്കെ കേറി കളിച്ചു. സ്റ്റീവിന് വരം നീലം കയറും. സ്റ്റീവ് ഇല്ല, അവൻ്റെ PC എന്തോ പ്രശ്നമൊന്നും. അവ ഒരാഴ്ച ലൈവ് ഇടും, പിന്നെ അവ ഒരാഴ്ച ട്രിപ്പ് പോവും, തിരിച്ചു വരുമ്പോൾ PC അടിച്ചു പോവും. ഇതാണ് പയ്യന്റെ പ്രശ്നം. ഹലോ സിറ്റിയിലാണ് ഫുള്ള് നമ്മള്. ഇതാണ് നമ്മുടെ ഗ്രൈൻഡിങ്. ഓക്കെ. അത് കുഴപ്പമില്ല, ചെയ്താൽ നിനക്ക് കൊള്ളാം. എടാ ഈ വീക്കിൽ, കഴിഞ്ഞ വീക്കിൽ ആരെയൊക്കെയാണ് എടാ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പറയണേ രായ. കഴിഞ്ഞ വീക്ക് ആരെയൊക്കെയാ ഞാൻ ബ്രാവോയാ മാറ്റിയിട്ടെ? അറിയില്ല. പിന്നെ മന്ദരത്തിന് ഇട്ടോളാം. അതാ പറഞ്ഞ കഴിഞ്ഞ വീക്ക് ആരെയൊക്കെ മാറ്റിയെന്നുള്ള ലിസ്റ്റ് ഒന്ന് രായ ഒന്ന് നോക്കിട്ട് പറയണേ. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. സിറ്റിയിലെ ഒരു പ്രമുഖ ഗ്യാങ് ആയ EVX അവർ സ്വന്തമായിട്ട് ഡിസ്മാൻഡിൽ അടിച്ചു. സംഗതി കൂട്ടത്തിലൊരു പയ്യൻ ഹാക്കിട്ട് കളിച്ചു. നല്ലൊരു ഒന്നാന്തര ഒരു മൂവ് ആയിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിവില്ലെങ്കിൽ ഈ കളി കളിക്കാൻ പോകരുത് ദയവ് ചെയ്ത്. ആൻഡ് അവരത് അക്സെപ്റ്റ് ചെയ്തു, അവരത് ഡിസ്മാൻഡിൽ ചെയ്തു. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ EVXന്റെ ടർഫ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ EVX സ്വന്തമായിട്ട് ഡിസ്മാൻഡിൽ ഇട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അതിശയം അതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മോസ്റ്റ് ഓഫ് ദ ഹാക്ക് ഇട്ട് പിടിക്കുന്ന ആൾക്കാർക്കെല്ലാം കൂടുതലും, ഞാൻ പറയാം എല്ലാവരും അല്ല, കൂടുതലും പിടിച്ചിട്ടുള്ളവരെ നല്ല കഴിവുള്ളവരാ, പറയാതിരിക്കാൻ വയ്യ. ഇവരൊക്കെ വേറെ ഗെയിമിലും വെളിയിലത്തെ ഗെയിമിലും എല്ലാം നല്ല എയിമും നല്ല ഇതൊക്കെ. ഇവരൊക്കെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നാച്ചുറലി കളിച്ചിട്ട് അവരുടെ അടുത്ത് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ പറ്റി ചിന്തിച്ചാൽ മതി. ഇത് ഇടാൻ തോന്നത്തില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഇത് ചെയ്യണേന്ന്. HF ബ്ലഡ് HF ആണോ? HF ആണോ അത്? അല്ലല്ലോ, HF ആണോ അത്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. HF ആണോന്ന് അറിയൂടാ. വാളഫ്ഷേമിൽ ഇട്ടോടാ. ഇവനൊക്കെ GTA വരെ ഇടുന്നെങ്കിൽ എല്ലാത്തിലും ഇടുള്ളൂ. എടാ അല്ല അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈ ഹാക്ക് എയിംബോട്ട് ഇടുന്നതൊക്കെ ഓക്കെയാണ് അളിയാ. ഈ PUBG PC-യിലൊക്കെ നീ കണ്ടിട്ടില്ലേ മൂവ്മെന്റ് ഒക്കെ? ഈ കുറച്ച് കളിക്കാൻ അറിയാവുന്നവന്മാരുടെ മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ നീ? അതൊക്കെ വരെ ഇച്ചിരി പാടല്ലേ അളിയാ. അതൊക്കെ എന്തായാലും കളിക്കണം. അതൊക്കെ ഉണ്ട് ഇവന്മാർക്ക്. അതല്ലേ ഏറ്റവും വലിയ കാര്യം. അതൊരു കാര്യം തരുന്നള്ളിയാ, ഈ ഹാക്ക് ഇട്ടോണ്ടിരിക്കുന്നവന്മാർക്ക് കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായാ? അതുകൊണ്ട് ഇവന്മാർക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും പെട്ടെന്ന്. എന്നെ ഒരുത്തനും കൊല്ലത്തില്ലത് പറഞ്ഞോണ്ട്. ഈ ബോബ് ഹാക്കറാന്ന് തോന്നുന്നു. ഇല്ലല്ലോ അത്. ഇതാരാ? പെർമനന്റ്ലി ബ്ലാൻഡ് ആൻഡ് Firstly, self-appointed underagent running at a budget black market passport assist. Slider staff DM like he owns the server backend. Bro, urgent, my friend need passport roll. Took 500 per head already. Screenshot ഉണ്ട്. Man really monetizing permission he doesn't even have. The moment I started asking questions, bro was AFK from some day and twerking like Ambi. Full panic mode. ഇത് പഴയതല്ലടാ ഇത്. ഇതില്ലല്ലോ, ഇത് പഴയതാണെന്ന് തോന്നുന്നേ.
ആദ്യം ഇതെന്താണ് പഠിത്തം, അതില്? അത് കഴിഞ്ഞു മതി കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം. ഇതൊക്കെ ആരറിയണ ഇതൊക്കെ? ഇതിനകത്തില്ല, ഇവിഎക്സിന്റെ ഇല്ലല്ലോ. സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ. എന്ത് അല്ല EVS-നകത്തില്ല. ലീബേക്സ് ഡിസ്മല്ലേ ആ ഇവിഎക്സ് ഡിസ്മാനിലെ ഇടുമായിരിക്കും. ആ ഇല്ല നോട്ട് റിവീൽഡ് ഹൂ. ഓക്കെ, ആരാണെങ്കിലും പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂസിങ് ഹാക്ക് ഈസ് എ ഡേർട്ടി ബിസിനസ്. പിന്നല്ല ആ എപ്പോഴും പറയുമല്ലോ നമ്മള്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എപ്പോഴും ആലോചിക്കാൻ പോലും ഇവിടെ ബോബെ നിന്നെയൊക്കെ ഹാക്കിട്ട് പിടിച്ചാല്, അണ്ണാ എന്നെ ഹാക്കിട്ട് അടിച്ചാണ്. അല്ല നിന്നെ ഹാക്കിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചോ? നീ ആദ്യം എന്നോട് വന്ന് പറയാൻ പോണേ എന്തായിരിക്കും? അണ്ണന് പറയണ എന്തിനാണ്? അണ്ണൻ തന്നെ മനസ്സിലാവല്ലോ. അല്ല എന്നാലും നീ എന്തായിരിക്കും വന്ന് എന്നോട് പറയാൻ പോണേ? അണ്ണ എടുത്തു, കയ്യോടെ എടുത്തു, എന്നെ കയ്യോടെ അവിടെ എടുത്തു. അവര് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനി അണ്ണൻ ചെയ്യാനുള്ളതൊക്കെ അവര് ചെയ്ത് എന്നെ പറഞ്ഞു വിട്ട്. റാം 16 GB 32 GB ആക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തവനാണ് നീകൻ. മനസ്സിലായില്ലേ? അവനൊക്കെ ഹാക്കൊക്കെ ഇടാൻ പോണെന്ന് ആലോചിക്കണം നീ. റാം 16 32 ആക്കാൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താ നീ? 8 GB റാം ഡൗൺലോഡ് ചെയ്തു നെറ്റിന്ന്. ഡൗൺലോഡ് ചെയ്ത് 8 GB റാം ഡൗൺലോഡ് ചെയ്തത്. ഗ്രാഫിക്സ് കാർഡ് നോക്കി കിട്ടിയില്ല. അണ്ണന് മുന്നേ ഇവൻ 15 എടുക്കാൻ നോക്കിയ. ഇന്ത്യ ഫസ്റ്റ്. എന്താ അത് 1000 വെച്ച് പ്ലസ് ആവും. അന്ന് വൈഫൈ കുറച്ച് സ്ലോ ആയതുകൊണ്ട് കിട്ടിയില്ല. ആരെളിയാ നോക്കണേ, സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ? ആരും സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ? എന്റെ സ്ട്രൈപ്പ് പോയിരിക്കുവാ, സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ? എന്താ ചെയ്യണ? എടാ സ്ട്രൈപ്പ് എന്തോ സീൻ പറ്റിയടാ, അത് ഫുള്ള് ചെയ്യണം. അത് എന്റെ പാസ്പോർട്ട് എന്റെ സ്ട്രൈപ്പ് വേണോണാ? വേണ്ട താല്പര്യമില്ല. ഞാനാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് നോക്കി കിട്ടിയിരുന്നു. സത്യമല്ലേ? KVA ടർഫ് മസ്റ്റ് വാച്ച്. KVA ടർഫ് അടിപൊളിയാണ്. അവിടെ ആരുമായിട്ടാണ്? TG ആണല്ലേ? കാണാം. ഹനാൻസ ഇഷ്യൂ. അയ്യോ, അങ്ങനത്തെ ഇഷ്യൂകളിലൊന്നും തലയിടാൻ ഒരു താല്പര്യമില്ല ബ്രോ. എന്നുമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തലയിടാം. ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. വേറെ യൂണിവേഴ്സ് അത്, നമ്മുടെ യൂണിവേഴ്സ് അല്ല. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗെയിം റിലേറ്റഡ് പ്രശ്നം, അതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സ്. നമ്മുടെ ഗെയിമിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കാം. ആക്കിട്ട് ഇറങ്ങി പോയി അങ്ങനെ പോവാ. സിറ്റിയിലെ പ്രശ്നങ്ങൾ, ഗ്യാങ് വാർ, ഗ്യാങ് ഫൈറ്റ്, ലെഗോ റിമോട്ട് കൺട്രോൾ കാർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ആലിഗേഷൻസ് ഒക്കെ പറ്റി ചോദിക്കാട്ടോ. ഇപ്പൊ കൊറേ ഉണ്ടാവില്ലേ? കുറച്ച് കാറ് കിട്ടി നടന്നല്ലോ. അത് കിട്ടി, അതിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതെടുത്തത് ഗൈസ്, ഞാൻ നാട്ടിലായിരുന്നല്ലോ. ഞാൻ ഇപ്പോഴല്ലേ വീട്ടിലോട്ട് വന്ന. ബർത്ത്ഡേക്കൊക്കെ അവിടെ എറണാകുളത്തായിരുന്നോണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഗെയിമിംഗ് റൂമില് ഒരു വലിയ പെട്ടി ഇരിക്കണ്. പെട്ടി തുറന്നപ്പോ പെട്ടി മൊത്തം കാറ്.